നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 2021 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സഹായം അഭ്യർത്ഥിച്ച് അപേക്ഷ നൽകിയയാളെ തിരികെ ബന്ധപ്പെട്ടത് 2024 അവസാനം. കൊല്ലത്ത് കശുവണ്ടി വ്യവസായിയായിരുന്ന കേരളപുരം സ്വദേശി ജയചന്ദ്രന് മറുപടി ലഭിച്ചപ്പോഴേക്കും വീടും സ്ഥാപനവും നഷ്ടമായി. ഒരാഴ്ച മുൻപാണ് ജയചന്ദ്രനെ ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസിൽ നിന്ന് വിളിച്ചത്. എന്നാൽ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നുവെന്നാണ് വ്യവസായ വകുപ്പിന്റെ വിശദീകരണം. കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തകഴി സ്വദേശി സെയ്ദാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ കെട്ടിയ കയറിൽ കുടുങ്ങിയായിരുന്നു അപകടം. തിരുവല്ല മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. ലീഗിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ലീഗ് ചേർത്ത് നിർത്തുന്നു. അധികാരത്തിനായി ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്ന രൂപത്തിലേക്ക് ലീഗ് മാറി. തങ്ങൾക്കെതിരെ പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമാണെന്നും മുഖ്യമന്ത്രി. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ തർക്കം. രമ്യ ഹരിദാസിനെതിരെ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ വിമർശനം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പ്രാദേശിക നേതാക്കൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പാർട്ടി അവതരിപ്പിച്ചതുകൊണ്ട് രമ്യയെ പിന്തുണയ്ക്കേണ്ടി വന്നെന്നും നേതാക്കൾ. ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കെ സുധാകരൻ. ചേലക്കരയിൽ നിർത്തിയത് നല്ല സ്ഥാനാർത്ഥിയെയാണ്. പ്രാദേശിക അണികൾക്കിടയിൽ പരാതിയുണ്ടെന്ന് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന BJPയിൽ പൊട്ടിത്തെറി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ നീക്കം ശക്തം. സുരേന്ദ്രൻ തന്നെ പ്രചാരണം നയിച്ചിട്ടും പാലക്കാട് വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന് സന്ദീപ് വചസ്പതി. പ്രാദേശിക നേതൃത്വത്തിലും ഭിന്നത രൂക്ഷം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് ഒരു വിഭാഗം. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വി മുരളീധരൻ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും എല്ലാത്തിനും പാർട്ടി അധ്യക്ഷൻ മറുപടി പറയുമെന്നും മാത്രമായിരുന്നു പ്രതികരണം. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് തിരിച്ചടിയായോ എന്ന ചോദ്യത്തോടും പ്രതികരിച്ചില്ല. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മഹാരാഷ്ട്രയിലായിരുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു. സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം N ശിവരാജ്. ശോഭാ സുരേന്ദ്രനായിരുന്നുവെങ്കിൽ പാലക്കാട് വിജയിക്കുമായിരുന്നു. പൊതുവോട്ടുകൾ കൂടി നേടിയെടുക്കാൻ ശോഭയ്ക്ക് കഴിയുമായിരുന്നു. കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്നും എല്ലാവരോടും ബന്ധം വേണമെന്നും വിമർശനം. പ്രിയ അജയനെ മാറ്റിയതിൽ കൃഷ്ണകുമാറിന് പങ്കില്ലെന്നും N ശിവരാജ്. പാലക്കാട് നഗരഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്ന് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ന്യൂസ് 18നോട്. UDFും LDFും കള്ളപ്രചാരണം നടത്തി. നഗരസഭയ്ക്കെതിരായ പ്രതിച്ഛായ തിരുത്തിയെടുക്കണം. തന്റെ ശൈലി മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ആരും പറഞ്ഞില്ല. തോൽക്കുമ്പോൾ കെ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ലെന്നും സി കൃഷ്ണകുമാർ. പരസ്യ വിമർശനങ്ങൾക്കിടെ നേതൃയോഗം വിളിച്ച് BJP. ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ BJP നേതൃയോഗം ചേരും. മറ്റന്നാൾ കൊച്ചിയിലാണ് യോഗം. പാലക്കാട്ടെ തോൽവി പ്രധാന ചർച്ചയാകും. പാലക്കാട് വൻ വിജയം നേടിയതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് പുതുപ്പള്ളിയിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലീഗിന്റെ മറവിൽ SDPയെ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. SDPയെ ശക്തമായി എതിർത്തിട്ടുള്ളത് ലീഗാണ്. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല. പാലക്കാട്ടെ ജനങ്ങളെ വർഗീയത പറഞ്ഞ് പരിഹസിക്കരുത്. എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ പ്രചാരണവും തന്ത്രങ്ങളും പരിശോധിക്കാൻ CPM-ഉം. പെട്ടിയും പരസ്യവിവാദവും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. വയനാട്ടിലെ കനത്ത തോൽവിയിൽ CPI-യിൽ അതൃപ്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചെന്ന് വിലയിരുത്തൽ. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് AK ബാലൻ. UDF RSS ഡീലിന്റെ പാലമായി സന്ദീപ് വാര്യർ പ്രവർത്തിച്ചു. SDPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായം UDFന് ലഭിച്ചിരുന്നെന്നും SDPA സർക്കുലർ കോൺഗ്രസ് പ്രവർത്തകരാണ് വീടുകളിലെത്തിച്ചതെന്നും AK ബാലൻ. വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ നയമല്ല. പാലക്കാട് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടമായിട്ടില്ലെന്നും AK ബാലൻ. സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകാൻ പോകുന്നുവെന്ന് AK ബാലൻ. സരിനെ CPM പൂർണ്ണമായും സംരക്ഷിക്കും. സ്ഥാനാർത്ഥി തീരുമാനം ശരിയെന്നതാണ് LDF നിലപാടെന്ന് TP രാമകൃഷ്ണൻ. സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ CPI ഒരു ഘട്ടത്തിലും അതൃപ്തി വ്യക്തമാക്കിയിട്ടില്ല. സരിനെ ഒരു കേഡർ എന്ന നിലയിൽ ഇനിയും ഉപയോഗിക്കുമെന്നും TP രാമകൃഷ്ണൻ.
വയനാട് LDFന് വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് TP രാമകൃഷ്ണൻ. CPM-ഉം CPI-യും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. വയനാട്ടിൽ പ്രചാരണം നടക്കാത്ത പ്രശ്നമില്ല. മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പ്രചാരണം നടത്തിയിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശദമായി വിലയിരുത്തുമെന്നും TP രാമകൃഷ്ണൻ. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPA-യും എല്ലാം UDF-നൊപ്പം നിന്നുവെന്ന് EP ജയരാജൻ. വർഗീയത ഉൾപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല. മുസ്ലിം ലീഗ് കാര്യം ഗൗരവമായി കാണണം. ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയതയല്ല പരിഹാരമെന്നും EP ജയരാജൻ. BJPക്ക് വോട്ട് കുറഞ്ഞതിന് CPM-ന് സങ്കടം എന്തിനെന്ന് VD സതീശൻ. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകൾ വന്നപ്പോൾ ഏറ്റവും വലിയ കൂട്ടക്കരച്ചിൽ CPM-ന്റെ ക്യാമ്പിൽ നിന്നായിരുന്നു. പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്തുവെന്നും സതീശൻ. നിർണായക സമയത്ത് സരിൻ ചതിച്ചുവെന്ന് K സുധാകരൻ. സീറ്റ് മോഹിച്ചാണ് സരിൻ പോയത്. തിരിച്ചു വന്നാലും പാർട്ടിക്ക് വേണ്ട. സന്ദീപ് വാര്യർ വന്നത് പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്നും K സുധാകരൻ. ഭരണവിരുദ്ധ വികാരം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന LDF അവകാശവാദം ജനങ്ങളെയും ജനവിധിയെയും അപഹസിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KPCC ആസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയങ്ക ഗാന്ധി നേടിയ വിജയം മോദി പിണറായി സർക്കാരുകൾക്കെതിരായ ശക്തമായ താക്കീതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. CPM-നെ വിമർശിച്ചും UDF-നെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവാഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ ജനാധിപത്യ കേരളം തള്ളിയെന്നും വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയം UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും മുഖപ്രസംഗത്തിൽ. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. മറ്റൊരു നേതാവെന്നുദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയെന്ന് സലാം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച P സരിൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമെന്ന് വ്യക്തമായെന്നുമായിരുന്നു ആദ്യ പരാമർശം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനത്തിൽ PMA സലാമിനെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം. സലാമിന്റേത് ലീഗ് നിലപാടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കണം. CKP പത്മനാഭനെ CPM ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മാടായി ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് ഒഴിവാക്കി. ഇന്നലെയും ഇന്നുമായി നടന്ന മാടായി ഏരിയ സമ്മേളനത്തിലാണ് തീരുമാനം. അടുത്തിടെ മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ വിമർശിച്ചിരുന്നു. അതിജീവിതകൾക്ക് പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് സിനിമയിലെ ചൂഷണങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ പലരും മുന്നോട്ട് വരാത്തതെന്ന് നടിയും WCC അംഗവുമായ പാർവതി തിരുവോത്ത്. പ്രമുഖരായ നടിമാർ ആരും എന്തുകൊണ്ട് സ്വന്തം അനുഭവങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നില്ല എന്നതിന്റെ കാരണം ഇതാണ്. മാധ്യമ വിചാരണയ്ക്ക് ശേഷം തുറന്നു പറയുന്നവർക്ക് സിനിമയിലെ അവസരങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുന്നുവെന്നും പാർവതി തിരുവോത്ത്. ന്യൂസ് 18 Q18-ലായിരുന്നു പാർവതിയുടെ തുറന്നു പറച്ചിൽ. ഇതുവരെ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ലെങ്കിലും ഹേമ കമ്മിറ്റി മൂവ്മെന്റ് കൃത്യമായ ദിശയിലാണെന്ന് പാർവതി തിരുവോത്ത്. 4.5 വർഷം റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന സമയത്തുണ്ടായിരുന്ന നിരാശാബോധം ഇപ്പോഴില്ലെന്നും പാർവതി. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലൈംഗിക ചൂഷണം മാത്രമല്ല. ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ച നയരൂപീകരണത്തിൽ പ്രതീക്ഷയുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പാർവതി പറഞ്ഞു. അമ്മ സംഘടന ഇനിയും ശരിയായ മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ അതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പാർവതി. ഇതുവരെ അമ്മയും അതിലെ ഭാരവാഹികളും നേതൃത്വവും സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് ജനത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ആരുടെയും കണ്ണിൽ ഇനി പൊടിയിടാൻ പറ്റില്ലെന്നും പാർവതി പറഞ്ഞു. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതി പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. തനിക്കെതിരായ പോക്സോ കേസ് വ്യാജമായി കെട്ടിച്ചമച്ചത്. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നീതി ലഭിക്കാത്തതിലുള്ള അമർഷം മൂലമാണ് ഇന്നലെ പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി. മുനമ്പത്തെ വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ നിരാഹാര സമരം തുടരും. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്നും സമരസമിതി. മുനമ്പം സമരം 43-ാം ദിവസത്തിൽ. വഖഫ് ആധികാരികമായ ഒരു ഇസ്ലാമിക സംവിധാനമാണെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൾ ഹക്കീം
അസ്ഹരി കാന്തപുരം. പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള സമ്പത്ത് ഉപകാരപ്രദമായ ആവശ്യത്തിനു വേണ്ടി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. റോഡിനു വേണ്ടി നൽകിയ ഭൂമിയിൽ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. ആ നിയമത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം. കാക്കനാട് DLF ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതായി സംശയം. വയറിളക്കവും ഛർദിയുമായി 25ഓളം പേർ ചികിത്സ തേടി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വിഭാഗം. ഓരോ അപ്പാർട്ട്മെന്റുകളും സന്ദർശിച്ച് സർവേ നടപടികൾ ആരംഭിക്കും. ഈ സീസണിൽ 3 ലക്ഷത്തിലധികം തീർത്ഥാടകർ ശബരിമലയിലെത്തിയതായി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 13 കോടി വരുമാന വർധനയുണ്ടായി. ഉണ്ണിയപ്പത്തിന് ഈർപ്പം വന്നാൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ടെന്നും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ടെന്നും PS പ്രശാന്ത്. ശബരിമലയിൽ ദർശനം നടത്തി നടൻ ഗിന്നസ് പക്രു. സന്നിധാനത്തും ശരണപാതയിലും ഏർപ്പെടുത്തിയ സൗകര്യങ്ങളിൽ തൃപ്തിയെന്നും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഗിന്നസ് പക്രു. കണ്ണൂർ പിലാത്തറ ചെറുതാഴത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം. ആർക്കും സാരമായ പരിക്കില്ല. ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലിടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. പരിക്കേറ്റ നന്ദീഷ്, നാഗരാജ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം മുക്കുന്നിമലയിൽ പോലീസിന്റെ വെടിവെപ്പ് പരിശീലനത്തിനിടെ വീട്ടിലേക്ക് വെടിയുണ്ട വീണ സംഭവത്തിൽ കളക്ടറുടെ യോഗം നാളെ. മുക്കുന്നിമലയിലെ കരസേന 91 ബ്രിഗേഡിലെ ഉദ്യോഗസ്ഥരും പോലീസും യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. വെടിവെപ്പ് പരിശീലനം സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക യോഗത്തിൽ ചർച്ചയാകും. കൊല്ലം പുനലൂരിൽ DMK നേതാവ് S രജിരാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. പുനലൂർ നഗരസഭാ കൌൺസിലർ ഷൈൻ ബാബു, രാകേഷ്, ശരത്ത്, രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം DMKയുടെ ഓഫീസിൽ വെച്ചാണ് രജിരാജിന് നേരെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രജിരാജ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയെന്നും നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസിക സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18നോട്. തിരുവനന്തപുരം ശ്രീകാര്യം കരിമ്പുകോണത്ത് സ്ത്രീയുടെ മൃതദേഹം ഓടയിൽ കണ്ടെത്തി. കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് തേക്കുംമൂട് സ്വദേശി ശൈലജ. ശ്രീകാര്യം പോലീസ് കേസെടുത്തു. മകളുടെ വീട്ടിലേക്ക് പോകവെ രാവിലെ 7:30യോടെ ഓടയിൽ വീഴുകയായിരുന്നു. MBBS സീറ്റ് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ പ്രതി അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസ് ആണ് തൃശൂർ വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെന്നൈയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി പാസ്റ്ററാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. കൊട്ടാരക്കരയിൽ ഹോട്ടലിൽ പുഴുവരിച്ച ബിരിയാണി പാഴ്സൽ നൽകിയതായി പരാതി. കൊട്ടാരക്കര പുലമണ്ണിൽ പ്രവർത്തിക്കുന്ന കേമാസ് എന്ന ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. 50 രൂപയ്ക്ക് ബിരിയാണി ഓഫർ ഇടുന്ന കടയാണ് കേമാസ്. പകൽ ബാക്കി വരുന്ന ബിരിയാണിയാണ് ഓഫറിൽ കൊടുത്തു തീർക്കുന്നതെന്നും പരാതിയുണ്ട്. വടക്കൻ കേരളത്തിലെ കാറ്ററിംഗ് യൂണിറ്റുകളിൽ വ്യാപക പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് പരിശോധന നടത്തിയത്. 28 സ്ക്വാഡുകളായി തിരിഞ്ഞ് 186 സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. 10 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 45 സ്ഥാപനങ്ങൾക്ക് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈ മാസം 26, 27 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദേശീയ വാർത്തകൾ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് നിയമ ഭേദഗതി അടക്കം സുപ്രധാന ബില്ലുകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യത. ഡിസംബർ 20 വരെയാണ് സമ്മേളനം. വയനാടിന്റെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും നാളെ നടക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയം. ഉത്തർപ്രദേശിലെ സംഭാലിലുണ്ടായ സംഘർഷത്തിൽ 3 മരണം. മസ്ജിദ് സർവേക്കെതിരായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ 22 പോലീസുകാർക്കും പരിക്ക്. കോടതി ഉത്തരവിനെ തുടർന്നാണ് ഷാഹി മസ്ജിദിൽ സർവേ നടന്നത്. ഉത്തർപ്രദേശിലെ സംഭാലിൽ മുസ്ലിം പള്ളി സർവേക്കിടെ നടന്ന ആക്രമണം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പദ്ധതിയെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. BJPയും സംസ്ഥാന സർക്കാരും ചേർന്നാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്.
ഒരു തവണ സർവേ പൂർത്തിയായ സാഹചര്യത്തിൽ രണ്ടാമതൊരു സർവേ എന്തിനെന്നും അഖിലേഷ് യാദവ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാറിനെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. കോൺഗ്രസ് RJD നേതാക്കൾക്കൊപ്പമാണ് രാജ്ഭവനിലെത്തിയത്. ജാർഖണ്ഡിൽ ചരിത്രം രചിക്കാൻ പോവുകയാണെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ജനാധിപത്യത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഹേമന്ത് സോറൻ. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞതിനൊപ്പം തെരഞ്ഞെടുപ്പിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും സജീവ പങ്കാളിത്തത്തെ പ്രശംസിക്കുകയും ചെയ്തു. ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന്റെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ യോഗം ചേർന്നു. മന്ത്രിസഭാ അഴിച്ചുപണിയെക്കുറിച്ച് MLA-മാരുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അകറ്റി നിർത്തിയെന്നും ഇന്ത്യ സഖ്യം സുഗമമായി സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാജേഷ് ഠാക്കൂർ. ജാർഖണ്ഡിൽ ജാഗ്രതയുള്ള പ്രതിപക്ഷമാകുമെന്ന് BJP. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമെന്ന നിലയിൽ ഹേമന്ത് സർക്കാരിന് ഞങ്ങൾ ക്രിയാത്മക പിന്തുണ നൽകുമെന്നും BJP വക്താവ് പ്രതുൽ ഷാദേവ് പറഞ്ഞു. അഴിമതിയില്ലെന്ന് ഉറപ്പുവരുത്തുകയും തെറ്റിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷ കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. എന്നാൽ ഏക്നാഥ് ഷിൻഡെ ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സഖ്യകക്ഷികൾ കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മഹായുതി നേതാക്കൾ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ നിരാശാജനകമായ പ്രകടനത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല മുഴുവൻ മഹാവികാസ് അഘാഡിയുടെയും പരാജയമാണ് സംഭവിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. പരാജയം ഞെട്ടിക്കുന്നതും അവിശ്വസനീയവുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. പാഴ്സലായി എത്തിയ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് യുവതിയുടെ കൈപ്പത്തികൾ അറ്റ സംഭവം കൊലപാതക ശ്രമമെന്ന് കണ്ടെത്തി പോലീസ്. കർണാടകയിലെ ബാഗൽകോട്ട് ഇൽക്കൽ സ്വദേശിനി ബസവ രാജേശ്വരിയുടെ കൈവിരലുകളായിരുന്നു അറ്റുപോയത്. അയൽവാസിയായ ശശികലയുടെ പേരിൽ വന്ന പാഴ്സൽ തുറന്ന് ഹെയർ ഡ്രയർ പ്രവർത്തിച്ചപ്പോഴായിരുന്നു സ്ഫോടനം. ഹെയർ ഡ്രയറിനകത്ത് സ്ഫോടന വസ്തു വെച്ച് പാഴ്സൽ അയച്ച ഗ്രാനൈറ്റ് കമ്പനി സൂപ്പർവൈസർ സിദ്ധപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിലെ ട്രെയിൻ അട്ടിമറി സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. പ്രദേശവാസികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ പോലീസിന് വിവരം നൽകണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ റെയിൽവേ ആക്ട് പ്രകാരം ജഹനാബാദ് പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9:30ഓടെയാണ് 25 അടി നീളമുള്ള ഇരുമ്പ് കമ്പി പാളത്തിൽ വെച്ചിരിക്കുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കായിക വാർത്തകൾ. IPL ചരിത്രത്തിലെ വിലയേറിയ താരമായി ഋഷഭ് പന്ത്. ലക്നൌ ടീമിലെത്തിയത് 27 കോടിക്ക്. ശ്രേയസ് അയ്യർ 26.75 കോടിക്ക് പഞ്ചാബ് കിങ്സിൽ. 23.75 കോടിക്ക് വെങ്കിടേഷ് അയ്യരെ നിലനിർത്തി കൊൽക്കത്ത. അർഷ്ദീപിനും ചഹലിനും 18 കോടി. IPL മെഗാ താരലേലം ജിദ്ദയിൽ തുടരുന്നു. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 534 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 487 റൺസ് ഡിക്ലെയർ ചെയ്തു. യശസ്വി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറിയും KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറിയുമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസ് എന്ന നിലയിലാണ്. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാനഡയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിയമത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് പാലിക്കുമെന്നും കാനഡ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പ്രകാരം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ബ്രിട്ടീഷ് സർക്കാരും വ്യക്തമാക്കിയിരുന്നു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ എലോൺ മസ്കിനുള്ള സ്വാധീനത്തിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ. ഡൈസൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളെ ഉദ്ധരിച്ച് ദി ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മോദിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന് ട്രൂഡോ തുറന്നടിച്ചു. കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ ആക്രമണങ്ങളിൽ മോദി അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നായിരുന്നു റിപ്പോർട്ട്.
ബ്രസീലിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും പരസ്പരം കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രൂഡോയുടെ പ്രസ്താവന. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും ഒരു ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന മികവിനെയും പ്രശംസിച്ച് ടെസ്ല സിഇഒ ഇലോൺ മസ്ക്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയിൽ വോട്ടെണ്ണി തീരാത്തതിനെ പരിഹസിച്ചായിരുന്നു മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ്. ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് 640 മില്യൺ വോട്ടുകൾ എണ്ണിയപ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണെന്ന് മസ്ക് പറഞ്ഞു. ചൈനയുടെ പേരിൽ തമ്മിൽ തല്ലി ഫിലിപ്പീൻസ് നേതാക്കൾ. പ്രസിഡന്റിനെ കുടുംബത്തോടെ വധിക്കുമെന്ന് പൊതുവേദിയിൽ വെച്ച് വൈസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി. ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിനെയാണ് വൈസ് പ്രസിഡന്റ് സാറ ഡ്യൂട്ടേഡ് കാർപ്പിയോ ഭീഷണിപ്പെടുത്തിയത്. വിഷയത്തിൽ പക്ഷപാത നിലപാട് സ്വീകരിക്കരുതെന്നും സംയമനം പാലിക്കണമെന്നും ഫിലിപ്പീൻ സൈനിക മേധാവി ചീഫ് ജനറൽ റോമിയോ ബ്രോണർ സേനയോട് ആവശ്യപ്പെട്ടു. റഷ്യ ഉത്തര കൊറിയയ്ക്ക് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇത് സംബന്ധിച്ച് വിവരം നൽകിയത്. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ സൈന്യത്തെ അയച്ചതിന് പകരമായാണ് ഉത്തര കൊറിയയ്ക്ക് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ റഷ്യ നൽകിയത്. പ്രാദേശിക വാർത്തകൾ നോക്കാം. കണ്ണൂർ കാങ്കോൽ ആലക്കാട്ട് പുലിയുടെ ആക്രമണം. ആലക്കാട്ട് കടിങ്ങിനാംപോയിലെ കൊടക്കൽ ശ്രീധരന്റെ വളർത്തുനായയെ പുലി ആക്രമിച്ചു. വൈകിട്ട് 4:30യോടെയാണ് സംഭവം. പുലിയെ നേരിട്ട് കണ്ടെന്ന് വീട്ടുകാർ. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 29 മുതൽ ഡിസംബർ 3 വരെ കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ലോഗോ പ്രകാശനം യു പ്രതിഭ MLA നിർവഹിച്ചു. കണ്ണമ്പള്ളി സ്വദേശി അഷ്കർ അലിയാണ് ലോഗോ തയ്യാറാക്കിയത്. വിജയിക്കുള്ള ക്യാഷ് അവാർഡ് കലോത്സവ സമ്മേളന വേദിയിൽ നൽകും. ഇടുക്കി രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രെക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കി. സഞ്ചാരികൾ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം തള്ളുന്നതിനെ തുടർന്നായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയത്. സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് മൂഴിയിൽ റെസിഡന്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂഴി ടിപ്പു കൾച്ചറൽ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻ ഹാൻടെക്സ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ 31 പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. 11 നോവലുകൾ, 15 കഥാസമാഹാരങ്ങൾ, 2 കുറ്റാന്വേഷണ കഥകൾ, 3 ആത്മകഥാഭാഷണങ്ങളുടെ ശേഖരങ്ങൾ, നാടകം എന്നിവയാണ് പുറത്തിറക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യ ഭീഷണി നേരിട്ട് കണ്ണൂർ ചപ്പാരപ്പടവ് 12ാം ചാൽ പക്ഷി സങ്കേതം. ജൈവ വൈവിധ്യത്തിന് വെല്ലുവിളിയാവുന്നത് ഒഴുകി വന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. പ്രധാന ചാലിലെ ഒഴുക്ക് തടയുന്ന വിധത്തിലാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിറഞ്ഞു കിടക്കുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ അനിശ്ചിതത്വത്തിൽ. ഫോറൻസിക് സർജന്റെ തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസം. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക്. കൊല്ലം പുനലൂരിൽ ലക്ഷങ്ങൾ വില വരുന്ന കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ കാട് കയറി നശിക്കുന്നു. സ്റ്റേറ്റ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പരിസരത്താണ് 40ഓളം യന്ത്രങ്ങൾ ഉപയോഗശൂന്യമായി നശിക്കുന്നത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലാണ് അന്വേഷണം. ഫോൺ സന്ദേശങ്ങൾക്ക് പുറമെയുള്ള കാര്യങ്ങൾ കൂടിയാണ് അന്വേഷിക്കുന്നത്. ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നുള്ള ദീർഘദൂര KSRTC സർവീസുകൾ നിർത്തിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സർവീസുകളാണ് അകാരണമായി നിർത്തലാക്കിയത്. സർവീസുകൾ ലാഭകരമല്ലെന്ന് അധികൃതർ. ലാഭകരമായ സർവീസുകൾ തുടർച്ചയായി നിർത്തലാക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ. കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പെരുമ്പാവൂർ സ്വദേശിനി JC എബ്രഹാം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് നിഗമനം. സംഭവ ദിവസം അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ കയാക്കത്തോൺ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നടന്നു. KV സുമേഷ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ
കേന്ദ്ര ടൂറിസം മന്ത്രാലയം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ഡൽഹി, ഗോവ, മഹാരാഷ്ട്ര, ലക്ഷദ്വീപ്, തെലങ്കാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മത്സരത്തിൽ പങ്കെടുത്തു. കൊല്ലം പുനലൂരിൽ DMK നേതാവായ S. രജിരാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പുനലൂർ നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രജിരാജ് ചികിത്സയിലാണ്. എടക്കരയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സ്കൂട്ടറിലിടിച്ച് ഒരാൾ മരിച്ചു. വഴിക്കടവ് കമ്പളക്കല്ല് പുളിക്കലങ്ങാടി വെങ്ങാമൂട്ടിൽ യൂസുഫിന്റെ മകൻ സജാസ് ആണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ പഞ്ചായത്തങ്ങാടിയിൽ വെച്ചാണ് അപകടം. സ്കൂട്ടറിലുണ്ടായിരുന്ന വഴിക്കടവ് കവളപ്പൊയ്ക സ്വദേശിയെ പരിക്കുകളോടെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെ ഉമർ ഫൈസി മുക്കം ഇത്തരം പരാമർശം നടത്തിയ ബിസിനസ് വാർത്തകൾ. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിന് പങ്കാളിത്തമുള്ള പ്രീമിയം സ്കോച്ച് വിസ്കി ബ്രാൻഡായ ദ ഗ്ലെൻവോക്കിന്റെ വിപണി വിഹിതത്തിൽ വൻ വർധന. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 7 മാസം കൊണ്ട് 6 ലക്ഷം കുപ്പി വിസ്കിയാണ് കമ്പനി വിറ്റത്. നിലവിൽ 10 സംസ്ഥാനങ്ങളിലാണ് ഈ പ്രീമിയം ബ്രാൻഡിന് മാർക്കറ്റുള്ളത്. കേരളത്തിൽ ഇതുവരെ വിൽപ്പന തുടങ്ങിയിട്ടില്ല. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാർ 2025-ലെത്തും. 2025-ലെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കമ്പനി അതിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ സ്പെക് ഇലക്ട്രിക് SUV അവതരിപ്പിക്കും. പുതിയ ഓൾ ഇലക്ട്രിക് SUVയുടെ പേര് ഈ വിചാര എന്നാണ്. ഈ വർഷം ആദ്യമാണ് EVX വിപണിയിൽ അവതരിപ്പിച്ചത്. സിനിമാ വാർത്തകൾ നോക്കാം. വിവാഹമോചനം സംബന്ധിച്ച് അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി സംഗീതജ്ഞൻ AR റഹ്മാൻ. തന്റെ വിവാഹമോചനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്ന പേരിൽ തെറ്റായ വീഡിയോ പങ്കുവച്ച യൂട്യൂബ് ചാനലുകൾക്ക് നോട്ടീസ് അയച്ചു. 24 മണിക്കൂറിനുള്ളിൽ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് നോട്ടീസ്. 29ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച ആരംഭിക്കും. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 1180 രൂപയും വിദ്യാർത്ഥികൾക്ക് 590 രൂപയുമാണ് രജിസ്ട്രേഷൻ ചാർജ്. 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ൽ പരം അതിഥികളും മേളയിൽ പങ്കെടുക്കും. ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ തമിഴ്നാട്ടിലും വമ്പൻ ഹിറ്റ്. തമിഴ്നാട്ടിൽ 15 കോടിക്ക് മുകളിൽ ഗ്രോസ് നേടി ചിത്രം. അന്യഭാഷാ ചിത്രത്തിലൂടെ 15 കോടി ഗ്രോസ് നേടുന്ന ആദ്യ മലയാളി താരമായി ദുൽഖർ സൽമാൻ. ദുൽഖറിന്റെ ആദ്യ 100 കോടി ചിത്രവുമാണ് ലക്കി ഭാസ്കർ. ആഷിഖ് കപൂറിന്റെ പുതിയ ചിത്രമായ റൈഫിൾ ക്ലബ്ബ് ഡിസംബർ 19-ന് തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടു. ചിത്രത്തിൽ വാണി വിശ്വനാഥ് പ്രധാന വേഷത്തിലെത്തുന്നു. മായാനദിക്ക് ശേഷം ആഷിഖ് കപൂർ, ശ്യാം പുഷ്കർ, ദിലീഷ് നായർ എന്നിവർ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.